മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഞാൻ തുടങ്ങുന്നത് മൊത്തം ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം വെറുതെ അനാവശ്യം സംസാരിച്ചുകൊണ്ട് നമുക്ക് കാര്യം പറയാം എന്നുള്ളതേ ഉള്ളൂ. അല്ല അതിൻ്റെ ഇടയ്ക്ക് വലിച്ചു നീട്ടുക, അത് പറയുക ഇത് പറയുക, ഗീസ് ഒന്നും പറയണ്ട. നമുക്ക് കാര്യമായിട്ട് പറയാം. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മനുഷ്യരെക്കാൾ കൂടുതൽ നായകളെ അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇഷ്ടം പോലെ, ഒരു പ്രാവശ്യം ഞാൻ എണ്ണി നോക്കി, 9 പട്ടികളുണ്ടായിരുന്നു. നായകൾ, പട്ടികളെന്ന് വിളിക്കുന്നത് കുഴപ്പമില്ലല്ലോ, പട്ടികൾ നോക്കിയപ്പോൾ ഞാൻ എണ്ണി നോക്കി 9 എണ്ണം. അപ്പം നമ്മൾ പക്ഷേ ഇവയെല്ലാം തന്നെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ കുഴപ്പമില്ല, നമ്മളെന്നും കാണുന്നതല്ലേ, പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മളുടെ അടുത്തേക്ക് ഇതെല്ലാം കൂടെ കൂട്ടമായി ദൂരേന്ന് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കുഞ്ഞുമായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഗേറ്റ് അടയ്ക്കും. അതുങ്ങൾ പോട്ടെ എന്ന് വിചാരിക്കും. കാരണം വിവേകമില്ലാത്ത ജീവികളാണല്ലോ ഇവ. അതുകൊണ്ടാണ് ജന്തുക്കളെന്ന് വിളിക്കുന്നത്. അപ്പം മനുഷ്യർക്കേ പേ പിടിച്ച പോലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ മൃഗങ്ങളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഇപ്പം കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ നായ്ക്കളുടെ ആക്രമണം മൂലം ഒരുപാട് പ്രശ്നങ്ങളുടെ കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പം നായ്ക്കൾ കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ്, അവൾക്ക് ഇഞ്ചക്ഷൻസൊക്കെ എടുത്തതാണ്, പക്ഷേ ആൾ ജീവനോടെ ഇല്ല ഇപ്പം. കുഞ്ഞ് അധികം പ്രായമുള്ളൊരു കൊച്ചുകുട്ടിയായിരുന്നു. അവൾ തിരിച്ച് അവളുടെ ലോകത്തേക്ക് പോയി. അപ്പം അതുകൂടെ അതിൽ പറയാണ്, നായ നമ്മളെ കടിച്ചു അല്ലെങ്കിൽ ഒന്ന് മാന്തി ചെറിയൊരു മുറിവ് ഉണ്ടായാൽ, ജസ്റ്റ് ഒന്ന് നഖം കൊണ്ടാലും നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് പോകണം. ഇപ്പം നല്ല ഒരു മുറിവ്, ബ്ലഡ് വരത്തക്ക രീതിയിലൊരു മുറിവുണ്ടായാലും ഒരു പോറൽ വന്നാലും നന്നായിട്ട് ഇവിടെ നമുക്ക് ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായി കഴുകുക എന്നുള്ളതാണ്. ഇപ്പം നായ കടിച്ച ആൾക്ക് സ്വയം കഴുകാൻ പ്രയാസം കാണും. അപ്പോൾ എന്താണ്, മറ്റൊരാൾ കഴുകി കൊടുക്കണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കയ്യിൽ മുറിവൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം അത് മാത്രമല്ല, സോപ്പ് ഒരിക്കലും നേരിട്ടല്ല തേക്കേണ്ടത്. സോപ്പ് കുറേ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ നേരിട്ട് സോപ്പ് തേക്കുക. അങ്ങനെയല്ല, നമ്മളെപ്പോഴും സോപ്പ് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികളെ കാര്യമൊക്കെ ഞാൻ പറയുകയാണ്, നന്നായിട്ട് നമ്മുടെ കയ്യിൽ സോപ്പ് എടുത്തിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ട് പതപ്പിക്കണം. നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അത് നമ്മൾ കുളിക്കുമ്പോഴായാലും അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം ഇങ്ങനെ ആ മുറിവിൽ നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശക്തിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ധാരധാരയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി കൊടുക്കുക. കുറേ നേരം 10-15 മിനിറ്റെങ്കിലും നമ്മൾ അങ്ങനെ നന്നായിട്ട് കഴുകി മുറിവിൽ നിന്ന് ആ ബ്ലഡെല്ലാം പോയി നന്നായിട്ട് കഴുകി കൊടുക്കുക. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറേ അണുക്കളുണ്ടല്ലോ, അവയെല്ലാം ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിൽ അത്രയും ഒരു ബെനിഫിറ്റ് നമുക്കത് അങ്ങനെ കഴുകുന്നത് മൂലം ലഭിക്കും. പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, നാളെ ആവട്ടെ, ചെറുതായിട്ടല്ലേ ഉള്ളൂ, ഇഞ്ചക്ഷൻ എടുക്കണ്ട എന്നുള്ള ഇതിലിരിക്കൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് ഫസ്റ്റ് എയ്ഡായിട്ട് ഇത് ചെയ്യണം. ഇത് ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഇത് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം നമ്മൾ ആ മുറിവ് അതുപോലെ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ അണുക്കൾ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് കൂടും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമുക്ക് ചില ഭാഗങ്ങളിൽ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുറിവുകൾ വലുതാവാം, ചിലപ്പം അത് നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അല്ല, അത് എത്രയും പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോകാം. അങ്ങപ്പം നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ടത് നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് ആ മുറിവ് കഴുകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം നമ്മളിത് എപ്പോഴും ഓർമ്മയിലിരിക്കണം. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരാവശ്യം വരുമെന്നുള്ള രീതിയിലാണ് നായ്ക്കളുടെ ഒരു വരവും പോക്കും. ഇപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ചിന്തിക്കും, ഈ ഇത്രയ്ക്കും നായകളെ കൊല്ലരുത്, പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സ്നേഹിക്കുന്നവർ ഒരു സംഘടന തന്നെ അവർക്ക് കാണും. ഒന്നിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇതുങ്ങളെയൊക്കെ പിടിച്ച് അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി വളർത്തുക. ഇല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടപ്പില്ലേ, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം ഒക്കെ സ്വന്തം പേരിലുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെ വലിയൊരു ഷെൽട്ടർ ഹോം പോലെ ഉണ്ടാക്കിയിട്ട് ഇതുങ്ങളെല്ലാം പിടിച്ച് അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുക. ഒന്നിൽ ഇവരെല്ലാവരും കൂടെ പൈസ എടുത്തിട്ട് അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തായാലും വേസ്റ്റ് വരും. ഈ തെരുവ് നായ്ക്കളില്ല, അവയ്ക്ക് ഇതൊക്കെ തന്നെയാണ് പ്രിയം.
അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വേസ്റ്റ് യഥാസമയത്ത് കൊണ്ടുവന്ന് പട്ടിക്ക് കൊടുക്കണം, ഇങ്ങെടുത്ത് വെച്ച് കൊടുത്താൽ അത് കഴിച്ചോളും. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് ചെയ്തോളും. അല്ലെങ്കിൽ ഇവർ പോയി, ഈ മൃഗസ്നേഹികൾ പോയി ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്ന് യഥാസമയം ഇവർക്ക് കൊടുക്കുക, നായ്ക്കൾക്ക് കൊടുക്കുക. അവരവരുടെ രീതിയിൽ അവിടെ ജീവിച്ചോട്ടെ. അതൊക്കെ ഒരു ചിന്തിക്കാവുന്ന കാര്യമില്ല. ഞാൻ പലപ്പോഴും ഇതെന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ പേടിച്ചാണ് ഇറങ്ങേണ്ടത് അല്ലേ. ചിലപ്പോൾ നമ്മൾ പട്ടിയെ കണ്ട് പേടിച്ച് തലയും കുത്തി വീണ് അതിൻ്റെ പ്രശ്നം അല്ലേ. തെരുവ് നായ്ക്കൾ നമ്മൾ ആരോടെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. നായ്ക്കളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ശല്യം കണ്ടില്ല, വണ്ടിയുടെയൊക്കെ പുറകെയാണ് പട്ടി ഓടിപ്പോകുന്നത്. ഭ്രാന്തൻ നായ അന്ന് തന്നെ. അതുങ്ങളുടെ ഫോട്ടോയൊക്കെ പത്രത്തിൽ കിടക്കുന്ന കാണുമ്പോൾ നമുക്കത് കാണുമ്പോഴേ പേടി വരും, ആ വലിയ പല്ലും മറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എവിടെ പോകുമ്പോഴും ഞാനിടയ്ക്ക് പോകുമ്പോൾ ഒരു വടിയൊക്കെ പിടിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. അപ്പം അങ്ങനെ പോകാറില്ല. അപ്പം ഞാൻ ഈ ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയും വടിയൊക്കെ പിടിച്ചുകൊണ്ട് പോകണം ഒന്നുകൂടെ എന്ന്. കാരണം നമ്മൾ കുഞ്ഞുമായിട്ട് പോകുന്നതല്ലേ, അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം ഞങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ കയ്യിൽ മറ്റ് കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് അതൊരു പ്രിക്കോഷനായിട്ട് എടുക്കാം എന്ന് കരുതുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ പറയാം. ഓക്കെ.